വാർത്ത അത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയുടെ തീരമേഖലകളിൽ പ്രതിഷേധമാണ്. കടലാക്രമണം തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ജനകീയ സമരസമിതികൾ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കണ്ണമാലിയിൽ പുലർച്ചെ മുതൽ റോഡ് ഉപരോധം തുടങ്ങി. ചെല്ലാനം കണ്ണമാലി തീരദേശ പാതയാണ് നാട്ടുകാർ ഉപരോധിക്കുന്നത്. കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ ഈ മേഖലയിൽ തകർന്നിരുന്നു. ചെല്ലാനത്ത് നടപ്പാക്കിയ കടൽഭിത്തി കണ്ണമാലിയിലേക്കും നീട്ടുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അത് നടപ്പാക്കിയിട്ടില്ല. പരിഹാരം ആവശ്യപ്പെട്ട് വൈപ്പിൻ ഇടവനക്കാടും ഇന്നു മുതൽ പ്രതിഷേധം ശക്തമാവുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് അവിടെ വേദിയൊരുങ്ങുന്നത്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഡാനി, പുലർച്ചെ മുതൽ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ആ ജനങ്ങൾ നീങ്ങുന്നു. എത്രമാത്രം ശ്രമിച്ചിട്ടും ഇടവനക്കാടൊക്കെ പ്രതിഷേധം തുടങ്ങിയിട്ട് നാളുകളായി. ഈ കണ്ണമാലിയിലെ സാഹചര്യവും വ്യത്യസ്തമല്ല. കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ആ ഇരിക്കുന്ന കണ്ണമാലിക്കാർ. അപ്പോൾ ഇന്ന് വൈകിട്ട് മനുഷ്യമതിൽ നിർമ്മിച്ചൊക്കെ പ്രതിഷേധിക്കാനുള്ള ആലോചനയുണ്ട്. എന്തൊക്കെയാണ് പദ്ധതികൾ സമരസമിതികളുടേത്? എൽദോ, അനിവാര്യമായ ഒരു മുഖമാണ് തീരമേഖലകൾ തുറന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആവശ്യപ്പെടുന്നത് തങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ടി വരും. തങ്ങൾ ഇതുവരെയും തന്നെ കാര്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അധികാരികൾ ശ്രമിക്കുന്നില്ല. അഥവാ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പദ്ധതികൾ നടപ്പാക്കാനായിട്ട് പല കാരണങ്ങൾ പറയുന്നു. സാമ്പത്തികമായ അടക്കമുള്ള കാരണങ്ങൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ദുരിതം തീർക്കേണ്ടത് ആരാണ് എന്ന് അവരുടെ ന്യായമായ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് കാര്യമായ രീതിയിലുള്ളൊരു പ്രതികരണം ലഭിക്കാതെ വന്നതോടെയാണ് ഇന്ന് കൊച്ചിയുടെ തീരമേഖലകളിലേക്ക് സമരം ശക്തമാകുന്നത്. ചെല്ലാനത്തിനിപ്പുറം കണ്ണമാലിയിൽ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. റോഡ് ഉപരോധിക്കുകയാണ്. കണ്ണമാലി ചെല്ലാനം തീരദേശ റോഡ് ഉപരോധിക്കുകയാണ്. ഈ മേഖലയിൽ മുഴുവനായിട്ട് തന്നെയും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് വരാനോ അവിടുന്ന് പുറത്തേക്ക് പോകാനോ സാധ്യമല്ലാത്ത രീതിയിൽ കണ്ണമാലി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം വലിയൊരു ജനക്കൂട്ടം ആ റോഡ് ഉപരോധിക്കുന്നത്. ആ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണമാലിക്കാർ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ടെട്രാപോഡിന്റെ നിർമ്മാണം ചെല്ലാനത്ത് വന്ന് അവസാനിച്ചു. അത് പദ്ധതി പ്രകാരം കണ്ണമാലിക്ക് ഇപ്പുറമുള്ള തീരമേഖലകളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ അതുണ്ടായില്ല. ചെല്ലാനത്ത് വെച്ച് അത് അവസാനിക്കുകയും ചെയ്തു. ഇനി അത് എന്ന് നിർമ്മാണം പുനരാരംഭിക്കുമെന്നോ അത്തരം കാര്യങ്ങൾ യാതൊരു രീതിയിലുള്ള വിശദീകരണങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് നീങ്ങാൻ അവർ നിർബന്ധിതരായിരിക്കുന്നത്. റോഡ് ഉപരോധം തുടരുകയാണ്. പോലീസ് സ്ഥലത്തുണ്ടെങ്കിൽ കൂടിയും ഈ ജനരോഷം അതിശക്തമാണ് ആ മേഖലയിൽ. കാരണം വലിയ രീതിയിൽ തന്നെ വീടുകളടക്കം നഷ്ടപ്പെട്ട നിരവധിയായ ആളുകളുണ്ട്. കടൽ ശക്തമാകുമ്പോൾ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ്. ഒപ്പം ഇടവനക്കാട് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി സമരം ശക്തമാണ്. പക്ഷേ മന്ത്രിയുമായി നടത്തിയ ചർച്ചകൾ അതിൽ പ്രകാരം ഏതെങ്കിലും രീതിയിലൊരു ധാരണ, ശാശ്വതമായ പരിഹാരം, പുലിമുട്ടോ കടൽഭിത്തി ബലപ്പെടുത്തുന്നത് അടക്കമുള്ള ശാശ്വതമായ പരിഹാരങ്ങളിലേക്ക് ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് പോകുമെന്ന് അവരും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നലെ വരെയും 4-ാം തീയതി വരെ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകരുതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ 4-ാം തീയതി ആയിട്ടും കാര്യമായൊരു ഉറപ്പ് നൽകുന്നില്ല. ജിയോ ബാഗുകളുടെ നിർമ്മാണം അത് നടക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രം വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് കളക്ടർ നടത്തിയ ചർച്ചയിൽ കാര്യമായ വിശദീകരണങ്ങൾ ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് മനുഷ്യമതിൽ തീർക്കുകയാണ് ഇടവനക്കാട് നിവാസികൾ. വരും ദിവസങ്ങളിൽ പ്രതിഷേധം പ്രത്യക്ഷ സമരത്തിലേക്ക് ശക്തമായി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈപ്പിൻ MLA കെ ഉണ്ണികൃഷ്ണൻ്റെ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സമര പരിപാടികളുടെ വേലിയേറ്റം തന്നെയാണ് കൊച്ചിയുടെ തീരമേഖലയിലുള്ളത്. അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടുക, അല്ല എങ്കിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ വ്യക്തമാക്കുകയാണ്. എൽദോ, എന്നാൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കൊച്ചിയിലെ തീരദേശത്തുള്ളവർ. ഇന്ന് MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. വൈകിട്ട് മനുഷ്യമതിൽ തീർക്കാനുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നു കൊച്ചിയുടെ തീരദേശ മേഖല എന്നുള്ളതാണ് ഡാനി പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.